അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന 11ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 24ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 25, 26, 27ാമത്തെ ആയത്തിൻ്റെ ഒരല്പം സുദീർഘമായ ആയത്താണ്. അതുകൊണ്ട് അതിൻ്റെ തുടക്ക ഭാഗവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹം ദഅവത്ത് നടത്താൻ വേണ്ടി ആ സമൂഹത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ആ സമൂഹം അദ്ദേഹത്തെ സ്വീകരിച്ചത്, ഏത് രൂപത്തിലാണ് ആ സമൂഹം അദ്ദേഹത്തോട് പ്രതികരിച്ചത്, അതാണ് നമ്മൾ വിശദീകരിച്ചത്. അവർ നൂഹ് നബിയെക്കുറിച്ച് പറഞ്ഞത് നൂഹ് നബി ഒരു മനുഷ്യനാണ്, ഒരു കേവലം ബഷറാണ്, മനുഷ്യനാണ്, ഒരാരോപണം പറയുകയാണ് അവർ. അതേപോലെ തന്നെ യുരീദു അൻ യതഫദ്ദല അലൈക്കും, നൂഹ് നബി ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ മേൽക്കോയ്മ നേടാനാണ്, ശ്രേഷ്ഠത നടിക്കാനാണ്, നിങ്ങളിൽ വലിയ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ആര്? നൂഹ് എന്നവർ പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൂർവ്വപിതാക്കൾക്കൊന്നും പരിചയമില്ലാത്ത, നമ്മുടെ കാരണവന്മാർക്കൊന്നും പരിചയമല്ലാത്ത കാര്യമാണ് ആര് പറയുന്നത്? നൂഹ് പറയുന്നത്. എന്നും അവരെന്ത് ചെയ്തു? ആരോപണമായിക്കൊണ്ട് അവരുന്നയിച്ചു. അതേപോലെ തന്നെ അവർ പറഞ്ഞു, അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിക്കുമ്പോൾ മനുഷ്യനെ നിയോഗിക്കാതെ ഒരു മലക്കിനെ നിയോഗിക്കാമായിരുന്നു, ഒരു മലക്കാണ് പ്രവാചകനായി വന്നിരുന്നത് എങ്കിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു എന്ന തരത്തിൽ എന്ത് ചെയ്തു? നൂഹ് നബി പ്രവാചകനായി അവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അവർ ആരോപണം പറഞ്ഞു. അതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത്. ആ സമൂഹത്തിലെ പ്രമാണികളായ ആളുകൾ പറഞ്ഞ ആരോപണങ്ങളാണത്. അതിൻ്റെ പശ്ചാത്തലം എന്താണ്, എന്തിനൊക്കെയാണത് പറയാൻ കാരണം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് കഴിഞ്ഞു. 25ാമത്തെ ആയത്തിൽ അള്ളാഹു ആ സമൂഹം, ആ നേതൃത്വം നൽകുന്ന കാഫിറുകളായ അവിശ്വാസികളായ നൂഹ് നബിയിൽ വിശ്വസിക്കാത്ത ആളുകൾ, അവർ നൂഹ് നബിക്കെതിരെ ഉന്നയിച്ച മറ്റൊരാരോപണമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നൂഹ് നബിയെക്കുറിച്ച് അവർ പറയാണ്, ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ. ഇതാണ് നൂഹ് നബിക്കെതിരെ അവർ പറഞ്ഞ മറ്റൊരാരോപണം. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? അവൻ ഭ്രാന്ത് അല്ലെങ്കിൽ ജിന്ന് ബാധ ബാധിച്ച ഒരു മനുഷ്യൻ മാത്രമാണ്. ആര്? നൂഹ് നബി. നൂഹ് നബിയെക്കുറിച്ച് അവർ പറയുന്നത്, നൂഹ് നബി ആരാണ്? ജിന്ന് ബാധ ബാധിച്ച ഒരു മനുഷ്യൻ മാത്രമാണ്. അതിനാൽ ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾ അവൻ്റെ കാര്യത്തിൽ കാത്തിരിക്കുവീൻ, കുറച്ച് കാലങ്ങൾ കാത്തിരിക്കുവീൻ. നൂഹാര? നൂഹ് ഒരു ഭ്രാന്തനാണ്, മജ്നൂനാണ്. കുറച്ച് കാലം അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരുന്നാൽ മതി എന്നാണ് അവരാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമുക്കതിൻ്റെ വാക്കർത്ഥം നോക്കാം. ഇൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ, അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, മാത്രമാണ്. പല അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ, പിന്നെ ആ രീതിയിൽ ഇല്ല എന്ന പ്രയോഗം. റജുലുൻ എന്ന പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ. അതേപോലെ തന്നെ ബിഹി എന്ന് പറഞ്ഞാൽ അവനിൽ അല്ലെങ്കിൽ അവന് എന്നർത്ഥമുണ്ട്. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ജിന്നത്തുൻ, ജിന്ന് പറഞ്ഞാൽ എന്താ? ജിന്നുവർഗം. ജിന്നത്ത് ഭ്രാന്ത് ബാധിച്ചവൻ, ജിന്നുബാധ. ഫ എന്ന് പറഞ്ഞാൽ അതിനാൽ അല്ലെങ്കിൽ ആകയാൽ. ഫതറബ്ബസു എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുവിൻ, അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുവിൻ എന്നർത്ഥം. ബിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ, ഈ ആയത്തിൽ നൂഹ് നബിയുടെ കാര്യത്തിൽ ബിഹി അവൻ്റെ കാര്യത്തിൽ. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. ഹീൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലം, ഒരു നിശ്ചിത സമയം. ഇതാണ് ഈ പദത്തിൻ്റെ വാക്കർത്ഥം. അപ്പോൾ സത്യനിഷേധികൾ നൂഹ് നബിയുടെ പ്രബോധനത്തെ നേരിടാൻ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് നമ്മൾ പഠിച്ചു. വ്യാജമായ ആരോപണങ്ങൾ പറഞ്ഞു എന്ന് അത് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കുറേ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ. നൂഹ് നബി ആരാണ്? ഒരു ഭ്രാന്തനാണ്,
ഒരു ഭ്രാന്ത് ബാധിച്ച ആളാണ്. തങ്ങളുടെ അജ്ഞത മറച്ചുവെക്കാൻ ആ ആളുകൾ അദ്ദേഹത്തെ മാനസിക നില തെറ്റിയവൻ, ജിന്ന് ബാധിച്ചവൻ എന്ന് ചിത്രീകരിച്ചു. അതാണ് നൂഹ് നബിയുടെ സമൂഹം ചെയ്തത്. അവരുടെ അജ്ഞത മറച്ചു വെക്കാൻ, അവർ ഈ പറയുന്നതൊന്നും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ നൂഹ് നബിയെക്കുറിച്ച് മാനസിക നില തെറ്റിയ ആളാണ് എന്നവർ പറഞ്ഞു. സത്യസന്ദേശം കേൾക്കുമ്പോൾ അതിന് യുക്തിപൂർവ്വം മറുപടി നൽകാൻ സാധിക്കാതെ വരുന്ന ഏതൊരു സമൂഹവും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നൂഹ് നബിയുടെ ചരിത്രം മാത്രമല്ല, അവിടെ നിന്ന് കേട്ട് നമ്മൾ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ആ ചരിത്രങ്ങളിലൊക്കെ ഇത് വായിക്കുന്നുണ്ട്. പ്രവാചകന്മാർ വന്നപ്പോൾ ആ പ്രവാചകന്മാരെക്കുറിച്ച് അവർ പറഞ്ഞെന്താ? സമൂഹം പറഞ്ഞെന്താ? ഇയാൾ ഭ്രാന്തനാണ്, ഭ്രാന്ത് ബാധിച്ച ആളാണ്. സൂറത്തു ദാരിയാത്തിലെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, കമാ അതല്ലദീന മിൻ ഖബലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. എന്താ അല്ലാഹു പറയുന്നത്? ഇവർക്ക് മുമ്പുള്ളവരുടെ അടുക്കൽ ഏതൊരു റസൂൽ വന്നപ്പോഴും അവർ ഇയാളൊരു ആഭിചാരക്കാരനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്ന് പറയാതിരുന്നിട്ടില്ല. ഏതൊരു നബി വന്നപ്പോഴും, ഏതൊരു പ്രവാചകൻ വന്ന സന്ദർഭത്തിലും ആ സന്ദർഭത്തിൽ സമൂഹം പറഞ്ഞ വാചകം എന്താ? സമൂഹത്തിലെ നിഷേധികളായ ആളുകൾ പറഞ്ഞതെന്താ? ഇയാൾ ഭ്രാന്തനാണ് കേട്ടോ, ഇയാൾ സാഹിറാണ് കേട്ടോ എന്നെന്ത് ചെയ്തിട്ടുണ്ട്? ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശത്രു ആരാ? ഫിറഔനാണ് അല്ലേ? ഫിറഔനിൻ്റെ മുന്നിലേക്ക് മൂസാ നബി ദഅവത്തുമായി ചെന്നു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. അപ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ എന്താണ് ഫിറഔൻ പറഞ്ഞ വാചകം? എന്താ? ഖാല ഇന്ന റസൂലകുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. ഖാല ഇന്ന റസൂലകുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. ഫിറഔൻ പറയാണ്, തീർച്ചയായും നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള ഈ റസൂൽ ഒരു ഭ്രാന്തൻ തന്നെയാണ്. സൂറത്ത് ഷുഅറയിൽ 27-ാമത്തെ ആയത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും. മൂസാ നബിയെ കുറിച്ച് പറഞ്ഞാണ്. മൂസാ നബി ആരാന്ന് പറഞ്ഞത്? ഭ്രാന്തനാണെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പ്രവാചകനായി വന്നു. ഖുറൈശികൾ അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചവരാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് മുഹമ്മദ് നബി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞപ്പോഴോ, ഏകദൈവ വിശ്വാസം ദഅവത്ത് നടത്തിയ സന്ദർഭത്തിലോ അവർ പറഞ്ഞു, വഖാലൂ യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. മുഹമ്മദ് നബിനെ ആക്ഷേപിച്ചതാ. എന്താ മുഹമ്മദ് നബിയോട് പറയുന്നത്? വഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, ഹേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവനെ. ആരുടെ മേലാണോ ഖുർആൻ അവതരിച്ചത്? നബിൻ്റെയാണ്. അപ്പം നബിനെ വിളിക്കാണ് മുഹമ്മദേ, ഖുർആൻ ലഭിച്ച മുഹമ്മദേ. എന്നിട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നീ ആരാ? ഇന്നക ലമജ്നൂൻ, നീ ഒരു ഭ്രാന്തനാണ്, നീ ഒരു ഭ്രാന്തനാണ്. വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹതിന ലിശാഇരിൻ മജ്നൂൻ. സൂറത്തു സ്വാഫാത്തിൽ പറയുന്നു, വയഖൂലൂന, അവർ പറഞ്ഞു, അഇന്നാ ലതാരികു ആലിഹതിന ലിശാഇരിൻ മജ്നൂൻ. അവർ ചോദിച്ചിരുന്നു, ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടിയാണോ ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കേണ്ടത്? ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുക. എന്താ അവിടെ ആരോപണം ഉന്നയിച്ചത്? ഭ്രാന്തൻ എന്നാണ് പറഞ്ഞത്, മജ്നൂൻ എന്നാണ് പറഞ്ഞത്, ഷാഇർ കവി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ പ്രവാചകന്മാർ അവർ ദഅവത്തുമായി വന്നപ്പോൾ ആ പ്രവാചകന്മാരെ സ്വീകരിക്കാൻ, ആ പ്രവാചകന്മാരെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ പല ആരോപണം പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് ഇയാൾ ഭ്രാന്തനാണ് കേട്ടോ, ഇയാൾ മജ്നൂനാണ് എന്നുള്ള ആരോപണം. അത് നൂഹ് നബിക്കെതിരെ അദ്ദേഹത്തിൻ്റെ സമൂഹം ചെയ്തു, ആരോപിച്ചു. അതാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞെന്താ? ഇൻഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ. ആ നൂഹ് നബിയുടെ ആളുകൾ അവർ പറയാണ്, പ്രമാണികൾ പറയാണ്, നൂഹാര ഒരു ഭ്രാന്തനാണ്, ജിന്നു ബാധിച്ച ആളാണ്, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ കുറച്ച് കാലങ്ങൾ കാത്തിരിക്കൂ, കുറച്ച് കാലം. ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ, അല്പകാലം നിങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി പറയാണ്. എന്തിനാണത് പറയുന്നത്? അത് പറയുന്നതിന് രണ്ട് കാര്യങ്ങളാണ് അവർ ഉദ്ദേശിച്ചത്. ഒന്ന്, ചിലപ്പോൾ ഇയാൾ സ്വയം പ്രബോധനത്തിൽ പിന്തിരിയാം. അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ ദഅവത്തുണ്ടല്ലോ, അള്ളാഹുവിലേക്കുള്ള ഈ വിളിയുണ്ടല്ലോ, പരലോകമുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, ആ ദഅവത്ത് അയാൾ എന്ത് ചെയ്യുക? കുറച്ച് ഞാൻ ഒഴിവാക്കും, ആരും സ്വീകരിക്കാതിരിക്കുമ്പോൾ ഒഴിവാക്കും, അതുകൊണ്ടാണ് കുറച്ച് കാലം കാത്തിരിക്കും. മറ്റൊരഭിപ്രായം എന്താ? അവർ പറഞ്ഞത് ഇയാൾ വൈകാതെ മരണപ്പെടുകയോ നശിക്കുകയോ ചെയ്യും, അവന് പ്രശ്നമല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കാലം അദ്ദേഹത്തെ കാത്തിരിക്കൂ, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ കാത്തിരിക്കാം. അവർ നൂഹ് നബി ഭ്രാന്തനാന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇൻഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ, ഒരു പൈശാചിക ബാധയേറ്റയാളാണ്.
ഈ പറയുന്നതൊക്കെ പൈശാചിക ബാധ കൊണ്ടാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നൂഹ് നബി ഭ്രാന്തനാണ്, പൂർണ്ണമായും ഭ്രാന്തുള്ള ആളാന്ന് പറഞ്ഞാൽ ആ സമൂഹം അവരെ തള്ളിക്കളയും. കാരണം അവരുടെ ഇടയിൽ തെളിഞ്ഞ ബുദ്ധിയോടുകൂടെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല രീതിയിൽ പെരുമാറുന്ന, മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ആളാണ് ആര്? നൂഹ് നബി. അപ്പോൾ അദ്ദേഹം പൂർണ്ണ ഭ്രാന്തനാന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാവും, കളവെന്ന് മനസ്സിലാകും. അതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കാതിരിക്കാൻ ഇയാൾ ജിന്നുബാധയേറ്റ ആളാണ്, പൈശാചികമായ ഉപദ്രവമേറ്റ ആളാണ് എന്നെന്ത് ചെയ്തു? അവർ ആരോപണം ഉന്നയിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കുക. അതാണ് ആ സമൂഹം അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ച ആരോപണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ സത്യം എത്തിച്ചു നൽകിയപ്പോൾ അതിനെ വ്യക്തിഹത്യ കൊണ്ടും നിന്ദ്യമായ ആരോപണങ്ങൾ കൊണ്ടും പ്രതിരോധിക്കാനാണ് ആര് ശ്രമിച്ചിട്ടുള്ളത്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഇന്നും അങ്ങനെയാണ്, എല്ലാ കാലത്തും വ്യക്തിഹത്യ, അല്ലേ, ഇല്ലാത്ത ആരോപണങ്ങൾ. ഇപ്പോൾ ഖുർആനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ കോടതിയിൽ കുറേ മുമ്പ് ഒരു കേസ് വന്നു, വിശുദ്ധ ഖുർആനെതിരെ. എന്താ കേസ്? ഖുർആനിലെ ഖുർആൻ നിരോധിക്കണം, ഖുർആൻ ആൾക്കാരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥാണെന്ന്. നഊദുബില്ലാ. ഖുർആൻ ആൾക്കാരെ കൊല്ലാൻ പഠിപ്പിക്കണം. ഖുർആൻ മനുഷ്യർക്ക് ജീവിക്കാനുള്ള വഴികാട്ടിയാണ്. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അപ്പോൾ ആരോപണം പറയാം, അല്ലെ, തെറ്റായ ആരോപണങ്ങൾ പറയാം. ഇസ്ലാം സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല, ആരോപണമാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആദരിച്ച മതേതാ? അത് ഇസ്ലാമാണ്. അപ്പോൾ ഏത് വിഷയം എടുത്തു നോക്കിയാലും ശത്രുക്കൾ എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നൂഹ് നബി പ്രവാചകനായി വന്നപ്പോൾ അദ്ദേഹത്തെ ആളുകൾ എതിർത്തു, അദ്ദേഹത്തിനെതിരെ ആളുകൾ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിലൊന്നെന്താ? അദ്ദേഹം കള്ളനാണ്, അല്ല, അദ്ദേഹം ഭ്രാന്തനാണ്, ജിന്നുബാധയേറ്റ ആളാണ്. അതുകൊണ്ട് കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കാത്തിരിക്കാമെന്നവർ പറഞ്ഞു. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ഈ ആളുകളുടെ ആക്ഷേപങ്ങൾ കേട്ടു, പരിഹാസങ്ങൾ കേട്ടു, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് 26-ാമത്തെ ആയത്ത്. അദ്ദേഹം പറഞ്ഞു, ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ, ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അദ്ദേഹം നൂഹ് നബി പറഞ്ഞു, എൻ്റെ റബ്ബേ, അവർ എന്നെ വ്യാജമാക്കിയതിനാൽ, തള്ളിക്കളഞ്ഞതിനാൽ നീ എന്നെ സഹായിക്കണമേ എന്ന് നൂഹ് നബി പറഞ്ഞു. ഖാല പറഞ്ഞു, റബ്ബി, എൻ്റെ നാഥ, എൻ്റെ റബ്ബേ, ഉൻസുർനി, നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു, ഉൻസുർനി, നീ എന്നെ സഹായിക്കണമേ, ബിമാ ആയതിനാൽ, അല്ലെങ്കിൽ കാരണത്താൽ, കദ്ദബൂൻ, കളവാക്കുന്ന, എൻ്റെ സമൂഹം എന്നെ കളവാക്കുകയാണ്. ആ കളവാക്കിയത് കാരണം, എന്നെ വ്യാജമാക്കിയത് കാരണം നീ എന്ത് ചെയ്യണം? എന്നെ സഹായിക്കണം. ജനങ്ങളുടെ പരിഹാസവും വ്യാജ ആരോപണങ്ങൾ, അഥവാ ഭ്രാന്തൻ, അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അതിര് കടന്നപ്പോൾ നൂഹ് നബി എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് തിരിയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായത്തിലെ 26-ാമത്തെ ആയത്തായി അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്താണ് ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം? എന്താ? നൂറ്റാണ്ടുകളോളം ജനങ്ങളെ സത്യത്തിലേക്ക് വിളിച്ചു, അല്ലെ, രാവിലെ വിളിച്ചു, പകലിൽ വിളിച്ചു, ഉറക്ക വിളിച്ചു നോക്കി, പതുക്കെ പറഞ്ഞു നോക്കി, എല്ലാ രീതിയിലും ദാവത്ത് നടത്തി, എല്ലാ രീതിയിലും. പക്ഷെ അവർ സ്വീകരിക്കുന്നില്ല, അവർ ഓടി അകലെയാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സ്വന്തം കഴിവിലോ ശക്തിയിലോ വിശ്വസിക്കാതെ അള്ളാഹുവിൽ പൂർണ്ണമായി ബരമേൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നൂഹ് നബി പ്രാർത്ഥിക്കണം. അതാണ് ഈ പ്രാർത്ഥന. ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജനങ്ങൾ അദ്ദേഹത്തെ കള്ളനാക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഇനി അവർ വിശ്വസിക്കില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് നൂഹ് നബി അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നത്? സഹായം തേടുന്നത്, സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്. തനിക്കെതിരെ ഉയരുന്ന ഈ വ്യാജ ആരോപണങ്ങൾക്ക് അള്ളാഹു തന്നെ മറുപടി നൽകണമെന്നും സത്യം തെളിയിച്ചു തരണമെന്നുമാണ് ഈ പ്രാർത്ഥനയുടെ തേട്ടം. അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി അദ്ദേഹം പറയുന്നത്, ഈ പ്രാർത്ഥനയിലൂടെ നൂഹ് നബി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് സത്യനിഷേധികൾക്ക് മേലുള്ള വിജയവും അള്ളാഹുവിൻ്റെ ശിക്ഷയുമാണ്. അതാണ് ഈ ആയത്തിലൂടെ നൂഹ് നബി പ്രാർത്ഥനയിലൂടെ തേടുന്നത് എന്നാണ് ആര് പറയുന്നത്? ഇമാം ഖുർത്തുബി പറയുന്നത്. അവർ അദ്ദേഹത്തെ കള്ളനാക്കിയ സ്ഥിതിക്ക് ആരാണ് സത്യവാൻ, ആരാണ് കള്ളൻ, അത് തെളിയിക്കുന്നൊരു ശിക്ഷ ആ സമൂഹത്തിന് എന്ത് ചെയ്യാം? നൽകണമെന്നാണ് നൂഹ് നബി ആവശ്യപ്പെടുന്നത് എന്നെന്ത് ചെയ്യുന്നുണ്ട്? ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നുണ്ട്. ലഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ. അപ്പോൾ ഈ ആയത്തിൽ നമുക്കുള്ളൊരു പാഠം എന്താ പറയുക? ഒന്ന്, നമ്മളൊരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. സഹോദരങ്ങളെ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു കാലമാണ് നൂഹ് നബി ദാവത്ത് നടത്തിയത്.
അത്രയും സുദീർഘമായ കാലഘട്ടമാണ്. എന്നിട്ട് നൂഹ് നബി പ്രതീക്ഷ കൈവിട്ടോ? ഇല്ല. അദ്ദേഹം എല്ലാ വഴികളും അടഞ്ഞപ്പോഴും അദ്ദേഹത്തിന് പ്രതീക്ഷയാണ്. എന്താ പ്രതീക്ഷ? അള്ളാഹു സഹായിക്കാനുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ രോഗം വന്നാൽ, സാമ്പത്തിക ഞെരുക്കമുണ്ടായാൽ, മാനസികമായ പ്രശ്നം ഉണ്ടായാൽ, കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ നിരാശരാകല്ല, അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് അടുക്കുക. അതാണ് ഈ നൂഹ് നബിയുടെ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലേ? നമ്മളെന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാനും പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ധാരാളം ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പങ്ങൾക്ക് കാരണക്കാരായി മാറുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉമ്മയും ആലോചിക്കണം. ഞാൻ എൻ്റെ മകളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. എൻ്റെ മകളുടെ കുടുംബജീവിതത്തിൽ അവളുടെയും അവളുടെ ഭർത്താവിൻ്റെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞാൻ എന്തെങ്കിലും ഒരു കാരണമാകുന്നുണ്ടോ? അതേപോലെ ഭാര്യമാർ അവർ ചിന്തിക്കണം. എൻ്റെ അനുജൻ്റെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് പ്രശ്നമുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് പറയാം, നല്ല രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം നീണ്ട ഒരു കാലഘട്ടം ദഅവത്ത് നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഇതൊന്ന് വേർതിരിക്കണം, സത്യവും അസത്യവും ഒക്കെ ഒന്ന് വേർതിരിക്കണമെന്ന് എന്ത് ചെയ്തു? നൂഹ് നബി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു അതിനുത്തരം കൊടുക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അള്ളാഹു നൂഹ് നബിനോട് പറയുന്നതാണ് 27-ാമത്തെ ആയത്ത്. എന്തായത്തിൽ പറയുന്നത്? ഫഔഹൈന ഇലൈഹി അനിസ്നഇൽ ഫുൽഖ് ബിഅയുനിന വവഹീന. നമ്മൾ അത്രയും എടുക്കുന്നുള്ളൂ, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഫഔഹൈന, നാം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ദിവ്യ സന്ദേശം വഹീ നൽകി. ഫഔഹൈന ഇലൈഹി അനിസ്നഇൽ ഫുൽഖ്, കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി, കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി. ബിഅയുനിന വവഹീന, നമ്മുടെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ നിർദ്ദേശപ്രകാരം, നമ്മുടെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ. നൂഹ് നബിയുടെ പ്രാർത്ഥന എന്താ? പടച്ചോനെ എന്നെ കളവാക്കുന്ന ഈ ആളുകളിൽ നിന്ന് എന്നെ നീ സഹായിക്കണം. അപ്പോൾ അള്ളാഹു സഹായിക്കാൻ പോകുക. എങ്ങനെ സഹായിക്കുന്നത്? അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ നീ ഒരു കപ്പലുണ്ടാക്കണം. സഹോദരങ്ങളെ, അതുവരെ കപ്പൽ നിർമ്മാണം ആർക്കും അറിയില്ല, നമ്മൾ ചരിത്രത്തിലൂടെയും വായിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കപ്പലുണ്ടാക്കാൻ വേണ്ടി നൂഹ് നബിയോട് പറയുന്നു. ആ കപ്പൽ എങ്ങനെ ഉണ്ടാക്കേണ്ടത്? ബിഅയുനിന വവഹീന, എൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശപ്രകാരം വഹീൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ആ കപ്പൽ നിർമ്മാണത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നൂഹ് നബിയെ സഹായിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് വായിക്കാൻ പറ്റും. കപ്പൽ നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം വിവിധ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും, വ്യത്യസ്തമായ തഫ്സീറുകൾ വായിക്കാൻ പറ്റും. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദന പ്രകാരം കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ നൂഹ് നബി ആദ്യം ചെയ്തത് തേക്ക് പോലെയുള്ള ആ ഇനത്തിൽപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. കപ്പലുണ്ടാക്കണമെങ്കിൽ മരങ്ങൾ വേണം. അപ്പോൾ അദ്ദേഹം ആദ്യം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ചില റിവായത്തുകൾ പ്രകാരം 20 വർഷത്തോളം ആ മരങ്ങൾ വളരുന്നതിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. 20 വർഷത്തോളം. കപ്പൽ നിർമ്മാണത്തിൻ്റെ ഒരു ആകെ കാലയളവ് ചില മുഫസ്സിറുകൾ 40 വർഷം പറയുന്നുണ്ട്. അത് ഈ മരത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടം കൂടെ കൂട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുറേ വേറെ ചില തഫ്സീറുകളിൽ 2 വർഷം എടുത്തു, 2.5 വർഷം എടുത്തു എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം മരം നട്ടു. അങ്ങനെ ആ നട്ട മരം ചെയ്ത് വളർന്നു വലുതായി. ആ മരം അദ്ദേഹം മുറിച്ചു. കപ്പൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച എന്താ? അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആ മരങ്ങൾ മുറിക്കുകയും അത് പലകകളാക്കി, അത് ചെത്തി മിനുക്കി, അതിൻ്റെ കപ്പൽ പോലെ എന്ത് ചെയ്തു? അതിൻ്റെ പലകകൾ കൂട്ടി യോജിപ്പിച്ചു. അതിന് അദ്ദേഹം ആണികൾ ഉപയോഗിച്ചു, കയറുപയോഗിച്ചു. സൂറത്തുൽ ഖമറിൽ അള്ളാഹു പറയുന്നുണ്ട്, വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ എന്ന് പറയുന്നുണ്ട്. പലകകളും ആണികളുമുള്ള ഒരു കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ കപ്പലുണ്ടാക്കാൻ പലകകൾ, ആണികൾ, കയറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ച്. അതൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. നൂഹ് നബിയുടെ കപ്പലിനെ കുറിച്ച് വിശാലമായ ചർച്ച ഉണ്ട്. നൂഹ് നബിയുടെ കപ്പലിനെ കുറിച്ച് തഫ്സീറുകളിൽ കാണാം. ആ കപ്പൽ 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്ന കപ്പലാണെന്നാണ്. 300 മുഴം നീളം,
50 മുഴം വീതി, 30 മുഴം ഉയരം, അങ്ങനെയുള്ള കപ്പലാണ് നൂഹ് നബി ഉണ്ടാക്കിയത് എന്നാണ് പല തഫ്സീറുകളിലും എന്ത് ചെയ്തിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കപ്പലിന് 3 തട്ടുകൾ ഉണ്ടായിരുന്നു, 3 തട്ടുകൾ. അതിലേറ്റവും അടിയിലെ തട്ടിൽ വന്യമൃഗങ്ങൾ, അതേപോലെ തന്നെ രണ്ടാമത്തെ തട്ടിൽ മനുഷ്യന്മാർ, മൂന്നാമത്തെ തട്ടിലെ പക്ഷികൾ. ഇതൊക്കെ തഫ്സീറുകൾ വന്നതാണ്. ഇതിനെ എതിർത്ത് അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ വന്യമൃഗങ്ങൾ അതേപോലെ തന്നെ പക്ഷികൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും, ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കും. അപ്പോൾ പിന്നെ മേൽക്കൂരയാണെങ്കിലോ മഴവെള്ളം അകത്ത് കയറാതിരിക്കാൻ കപ്പലിൻ്റെ മുകൾ ഭാഗം അടച്ച ഒരു മേൽക്കൂരയാണ് ഉണ്ടായിരുന്നത്. കപ്പലിൻ്റെ മുൻഭാഗം പക്ഷിയുടെ തല പോലെയും അതിൻ്റെ പിറകു ഭാഗം കോഴിയുടെ വാല് പോലെയും രൂപകൽപ്പന ചെയ്തതാണ് എന്നൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന വിഷയം എന്താ, അള്ളാഹുവിനോട് നൂഹ് നബി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുകയാണ്. എന്താ ഉത്തരം? നൂഹ് നബിനോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ആ കപ്പൽ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞ ആരോപണം എന്താ, നൂഹ് ഒരു ഭ്രാന്തനാണെന്നാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നൂഹ് നബി കപ്പലുണ്ടാക്കുമ്പോൾ അദ്ദേഹം മരുഭൂമിയിലാണ് കപ്പലുണ്ടാക്കുന്നത്, ഒരു കുന്നിൻ്റെ മുകളിലാണ്. കപ്പൽ ഓടിക്കാൻ വെള്ളം വേണം അല്ലേ, കപ്പൽ സഞ്ചരിക്കാൻ വെള്ളം വേണം, കടലുണ്ടാകണം അല്ലെങ്കിൽ കായലുണ്ടാകണം, ഇതൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ കപ്പലുണ്ടാക്കുകയാണ്. എന്തൊരു സമൂഹം പറഞ്ഞിട്ടുണ്ടാകുക, ഞങ്ങൾ നൂഹിനെതിരെ പറഞ്ഞത് സത്യം ഇപ്പോൾ ബോധ്യമായില്ലേ. കാരണം എന്താ, വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കപ്പൽ നിർമ്മിക്കുക. ചില ആൾക്കാർ നൂഹ് നബിയുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവർ അദ്ദേഹത്തെ ആക്ഷേപിക്കുമായിരുന്നു എന്നാണ്. നൂഹ് നീ പ്രവാചകത്വം പിന്നെ ആ പണിയൊക്കെ നിർത്തിയിട്ട് പാശാരിപ്പണി തുടങ്ങിയോ എന്നവർ പറയുമായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ പരിഹാസത്തോടുകൂടെ സംസാരിച്ചവരോട് നൂഹ് നബി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ നാളെ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥ വരുന്നതാണ്. നാളെ ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥകൾ വരുന്നു എന്ന് നൂഹ് നബി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താ? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ഒരു മനുഷ്യൻ അയാൾ എന്ത് ചെയ്യണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഭരമേൽപ്പിക്കുന്നതിൻ്റെ കൂടെ അയാൾക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. അപ്പം അള്ളാഹുവിന് വേണമെങ്കിൽ ആ സമൂഹത്തെ നശിപ്പിക്കാൻ, നൂഹ് നബിയെയും സമൂഹത്തെയും രക്ഷിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഉണ്ടോ? പ്രളയം ഉണ്ടാകാൻ കൽപ്പിക്കുകയും ഒരു കപ്പലുണ്ടാകാൻ കൽപ്പിക്കുകയും ചെയ്താൽ മതി. പക്ഷെ അള്ളാഹു എന്താ ചെയ്തത്? അള്ളാഹു അവിടെ നൂഹ് നബിയെ കൊണ്ട് അധ്വാനിപ്പിച്ചു. സബബ്, കാരണം ഉണ്ടാക്കി. ഒരു സബബ് എന്ത് ചെയ്ത് അവിടെ ഉണ്ടായി. മനുഷ്യൻ ഭൗതികമായ കാരണങ്ങൾ പിന്നെ ആ കാരണങ്ങൾ ചെയ്യണം. അതാണ് ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ വേണം. തോണിയാകണം, അല്ലെങ്കിൽ കപ്പലുണ്ടാകണം, അല്ലെങ്കിൽ ഉയർന്ന പ്രദേശം ഉണ്ടാകണം, രക്ഷപ്പെടാൻ പറ്റുന്ന കാരണങ്ങൾ ഉണ്ടാകണം. ആ കാരണങ്ങൾ എന്ത് ചെയ്തു? അള്ളാഹു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ടോ തവക്കുൽ ചെയ്തു. ചെയ്യാനുള്ളത് ചെയ്തിട്ട് തവക്കുൽ ചെയ്തു. അതാണ് ഈ ആയത്തിനുള്ള പാഠം. നമ്മൾ എന്ത് ചെയ്യണം? ഏത് അവസ്ഥയിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആൾക്കാരാവണം. അത് വിശ്വാസിയുടെ ഗുണമാണ്. എന്നാൽ ആ വിശ്വാസി എന്ത് ചെയ്യണം? അവന് ചെയ്യാനുള്ളത് ചെയ്യണം. മരുന്ന് കഴിക്കണം രോഗം വന്നാൽ, ഹോസ്പിറ്റലിൽ പോകണം രോഗം വന്നാൽ, അല്ലേ, ജോലി ചെയ്യണം റിസ്ക്കിന് വേണ്ടി. അങ്ങനെയാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് നൂഹ് നബിയുടെ ഈ പിന്നെ ചരിത്രം വായിക്കുമ്പോൾ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞെന്താ, 25, 26, 27 ആയത്തിൻ്റെ തുടക്കം, അത്രയും കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.